നമസ്കാരം. പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 90-100 വയസ്സുള്ള വയ്യാത്തവരെ എടുത്തുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വാർത്തയായി വരുമായിരുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരെ വയ്യാത്തവർക്ക് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാം, അതിന് അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം. അത്തരം സംവിധാനങ്ങൾ ഒരുക്കി ജനാധിപത്യത്തെ കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. അതിന് ചില നിബന്ധനകളുണ്ട് എന്ന് മാത്രം. അതായത് നേരത്തെ അപേക്ഷ കൊടുക്കണം, അപേക്ഷ അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുടെ വീട്ടിൽ അയാളുടെ വോട്ട് ചെയ്യുന്നതിലെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ടുള്ള മറയുള്ള വോട്ടിംഗ് സംവിധാനം ഒരുക്കണം. പോളിംഗ് ഏജന്റുമാരടക്കം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ ചെന്നാണ് ചെയ്യിക്കേണ്ടത്. നല്ല നിലയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, വൃദ്ധരായ മനുഷ്യരുടെ വോട്ട് ആർക്കാണ് എന്ന് നേരത്തെ തന്നെ നിഗമനത്തിലെത്താൻ കഴിയും. അവർക്കങ്ങനെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള താല്പര്യമോ മുൻഗണനയോ ഒന്നുമില്ല. അവരുടെ പാരമ്പര്യം എന്താണോ അതിൽ തുടരുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ രാഷ്ട്രീയം എന്താണോ അതിൽ തുടരുക. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ വോട്ടിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഏത് പാർട്ടിക്കാണോ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളത് അവരാണ്. ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് വെച്ചൊരു അപേക്ഷ കൊടുക്കണം, സഹായിയെ ഉപയോഗിക്കാം, സഹായിക്ക് വോട്ട് ചെയ്യുമ്പോൾ കൂടെ നിൽക്കാം, സഹായിക്ക് നിർദ്ദേശം കൊടുക്കാം, സഹായി പറയുന്നത് പോലെ ആവാം. പക്ഷേ ഈ സഹായി ഒരു പാർട്ടിയുടെയും നേതാക്കളോ പോളിംഗ് ഏജന്റോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോ ആവാൻ പാടില്ല. കാരണം അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഏജന്റുമാർ അവരുടെ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതാണ്. ബന്ധുക്കളാണ് ഈ സഹായികളായി വരേണ്ടത്. നേരത്തെ അപേക്ഷ കൊടുക്കണം. എന്നാൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിനെ പോലും അട്ടിമറിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇന്നലെ കല്യാശ്ശേരിയിലെ 92 വയസ്സുള്ള ദേവിയുടെ BJP വോട്ട് തട്ടിയെടുക്കാൻ, മോഷ്ടിക്കാൻ CPM നടത്തിയ ഗൂഢാലോചന പുറത്തു വന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. വേണ്ടതുപോലെ നമ്മുടെ മാധ്യമങ്ങളിൽ അത് വാർത്തയായി വന്നിട്ടില്ല എന്നത് ഖേദകരമാണ്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം അവർ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞിട്ടില്ല. ദേവിയുടെ വോട്ട് BJPക്കുള്ള വോട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് മാധ്യമം ദിനപത്രം വായിച്ചിട്ടാണ്. മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും അടങ്ങുന്ന പത്രങ്ങൾ, എന്തിനേറെ BJPയുടെ മുഖപത്രമായി ജന്മഭൂമി വായിച്ചിട്ട് പോലും എനിക്ക് ആ കാര്യം മനസ്സിലായി. മാധ്യമത്തിൽ അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഇതൊരു BJP കുടുംബമാണ്, BJP കുടുംബങ്ങളുടെ വോട്ട് BJPക്കാണ്. അതുകൊണ്ട് CPM വേണ്ട താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ ഒരു അട്ടിമറി ഉണ്ടാവുന്നു. 19-ാം തീയതി നടക്കേണ്ട വോട്ട് 18-ാം തീയതി നടത്തുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് താല്പര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെങ്കിലും കൃത്യമായി എല്ലാ ഏജന്റുമാരെയും അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. അറിയിച്ചിട്ടില്ല എന്ന് BJP പറയുന്നു. അതുകൊണ്ട് BJPയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു. താനും വലിയ തട്ടിപ്പാണ് നടന്നത്. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ നേതാവ് അവിടെ മതിൽപ്പുറത്തിരിക്കുന്നു. അയാൾ അതിലേക്കൊന്നും ഇടപെടുന്നില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരുന്നു, മറയൊരുക്കി കൊടുക്കുന്നു. അടുക്കളവാതിലിന് പരിസരത്ത് വെച്ചാണ് ദേവി വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. വോട്ട് ചെയ്യാൻ സമയത്ത് ദേവിക്ക് ഒരു സംശയം, എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന്. മെഷീനല്ല, ബാലറ്റ് പേപ്പറാണ്. ഞാൻ ആദ്യം മെഷീൻ എന്ന് പറഞ്ഞു, ബാലറ്റ് പേപ്പറാണ്. എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് ദേവിക്കൊരു സംശയം. എല്ലേലും ഇടണോ? കല്യാശ്ശേരി ഭാഷയിലൊരു ചോദ്യമാണ്, എല്ലേലും ഇടണോ? ഇത് കേട്ടോണ്ട് മതിലിരുന്ന CPM ഏജന്റ് ചാടി ഇറങ്ങി മുമ്പോട്ട് വരികയാണ്. അയാൾ മുമ്പോട്ട് വന്നിട്ട് അയാൾ പറയുന്നു, നമ്മുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം. അപ്പം ഏത് ചിഹ്നം? അയാൾ വന്ന് ചിഹ്നം കാണിച്ചു കൊടുക്കുന്നു. അയാൾ CPMന്റെ നേതാവാണ്. അരിവാൾ ചുറ്റിക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ടും ദേവിക്ക് സംശയം. വീണ്ടും ദേവിക്ക് ആശയക്കുഴപ്പം. ഇവിടെയെല്ലാം ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതാവ് വേണ്ട, ആടെ ഇട്ടു എന്ന് പറഞ്ഞ് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണിച്ചു കൊടുക്കുന്നു. അയാൾ അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് ടിക്ക് ചെയ്തും കൊടുക്കുന്നു. ദേവിയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി ടിക്ക് ചെയ്തും കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് പകർത്തുന്ന വീഡിയോഗ്രാഫർ അത് കൊണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ക്യാമറയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ അവർ വോട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. CPIM എങ്ങനെയാണ് വോട്ട് അട്ടിമറിക്കുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമായി മാറിയത് BJPക്കുള്ള വോട്ടാണ്. ബോധപൂർവം BJP ബൂത്ത് ഏജന്റുമാർ അറിയാതിരിക്കാൻ ദിവസവും സമയവും മാറ്റി തെരഞ്ഞെടുപ്പിന് വരുന്നു. ഉദ്യോഗസ്ഥന്മാർ CPMന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. എന്നിട്ട് CPM നേതാവ് വന്ന് വോട്ട് ചെയ്ത് കൊടുക്കുകയാണ് നിയമവിരുദ്ധമായി. ഓർക്കണം, ഇതൊക്കെ പുറത്തു വന്നത് എങ്ങനെയാണ്? ഇത് BJP കുടുംബം ആണ് എന്ന് മാത്രമല്ല, അവരുടെ വീട്ടിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ഈ CCTV ക്യാമറ ഇതെല്ലാം കൃത്യമായി പകർത്തി, ഈ ശബ്ദം വരെ പകർത്തി. എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, വേണ്ട ഇവിടെ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നതും ഈ പറയുന്ന നേതാവ് അവിടെ ചെന്ന് തൻ്റെ കൈകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്നതുമൊക്കെ ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. നല്ല കൃത്യമായി ശബ്ദത്തോടുകൂടി ഉണ്ടായിരുന്നു. ഈ 7 മിനിറ്റ് നീണ്ട വീഡിയോ അടക്കമാണ് BJP നേതാവ് ML അശ്വനിയുടെ ഏജന്റ് പരാതി കൊടുത്തത്.
പരാതി പരിഗണിച്ചു, വീഡിയോ നോക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിശക്തമായ നിലപാടെടുത്തു. ഇമ്പശേഖർ, അതായത് കണ്ണൂർ ജില്ലാ കളക്ടർ, ഇത് കല്യാശ്ശേരി കാസർഗോഡ് മണ്ഡലത്തിലാണെങ്കിലും കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. കണ്ണൂർ വരണാധികാരിയോട് നടപടിയെടുക്കാൻ പറഞ്ഞു. 4 ഉദ്യോഗസ്ഥരും അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, മാറ്റിവെച്ചു, കേസുമെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, വോട്ടിംഗ് പ്രക്രിയയിൽ ഇടപെടാൻ ശ്രമിച്ചു തുടങ്ങിയ നിയമങ്ങളും IPCയിലെ കള്ളവോട്ടിന്റെ നിയമങ്ങളുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കേസെടുത്തു. 1-ാം പ്രതി CPM പ്രാദേശിക നേതാവാണ്. ബാക്കി പ്രതികൾ ഇത് നിശബ്ദത പാലിച്ച് ഇതിനെ ഒപ്പം നിന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രതികളായി. അവരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇനി ആ നിയമ നടപടി മുമ്പോട്ട് പോകുമെന്ന് കരുതുക. പക്ഷേ CPIM എങ്ങനെയാണ് ജനാധിപത്യം അട്ടിമറിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഈ CCTV ദൃശ്യങ്ങളില്ലായിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കപ്പെടുമായിരുന്നില്ല. ഇവിടെ ഈ വോട്ട് അസാധുവായി, BJP കിട്ടേണ്ട ഒരു അസാധുവായി. കാരണം ചട്ടം അതാ പറയുന്നത്, ഇങ്ങനെ വീട്ടിലെ വോട്ടിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അസാധുവാക്കാം, അല്ലാതെ ആ വോട്ട് തിരിച്ചു കൊടുക്കാൻ സംവിധാനമില്ല. ഇനി ഒരിക്കൽ കൂടി അതിനുള്ള സൗകര്യവുമില്ല. വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ല, ഇനിയുമുണ്ട് ഒരാഴ്ച. അതിന് മുൻപാണ് CPIMൻ്റെ അട്ടിമറി. ഇതുകൊണ്ടാണ് CPIM EVM മെഷീനൊക്കെ ഇത്ര ഭയപ്പെടുന്നത്. അവർക്ക് വേണ്ടത് ഈ കടലാസ് വോട്ടിംഗ് സംവിധാനമാണ്. അവർക്ക് ബൂത്ത് പിടിച്ചെടുക്കാം, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാം. പ്രത്യേകിച്ച് CPIM പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചെയ്യാനായിട്ട് എതിർ പാർട്ടിയുടെ ഏജന്റുമാർ പോലുമില്ല. അതുകൊണ്ട് അവിടെ വന്നിരുന്നാൽ എല്ലാവരുടെയും വോട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് EVM തട്ടിപ്പാണ് അവർ പറയുന്നത്. അവരുടെ തട്ടിപ്പ് നടക്കുന്നില്ല. EVM ശാസ്ത്രീയമായി നടക്കുന്നു, അതിന് നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. അത് നടക്കാത്തത് കൊണ്ട് CPIMൻ്റെ കള്ളവോട്ടിന് നിയന്ത്രണം ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ഗ്രാമങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ, അതായത് ഈ വരണാധികാരികൾ നോക്കുകുത്തികളാണ്. അവർക്ക് കുട്ടികളും കുടുംബവുമുള്ള, അവർക്ക് ഭയമാണ്. ഇനി ഭൂരിപക്ഷം പേരും കണ്ണൂരുകാർ തന്നെയാവും, പാർട്ടിക്കാരൻ. ഇവരൊക്കെ കണ്ണൂരുകാരാണ്. പാർട്ടി പറയുന്നത് പോലെ മാത്രം ചെയ്യുന്നവരെ വയ്ക്കൂ, അല്ലാതെ വന്നാൽ പോലും അവർക്ക് ഭയമാണ്. അങ്ങനെ ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് CPM മുമ്പോട്ട് പോകുന്നത്. കള്ളവോട്ടുകളാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, BJPയുടെ വോട്ട് അവർ മോഷ്ടിച്ചെടുത്തു, അടിച്ചു മാറ്റി എന്ന് പറയണം. അത് വേറൊരു BJP കുടുംബത്തിൽ ചെന്നാണെന്ന് പറയണം. അപ്പം പിന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിലെ സ്ഥിതി എന്താണ്? ജനാധിപത്യത്തെ ഇതുപോലെ പുച്ഛിക്കുന്ന, അട്ടിമറിക്കുന്ന മറ്റൊരു പാർട്ടിയും നേതാവും വേറെയില്ല എന്നതിന് തെളിവായി മാറുന്നു ഇന്നലത്തെ സംഭവം.